ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കൊയ്ക്കമഠത്തിൽ ജൂബിലിയേഴ്സ് എപ്പിസോഡിന്റെ 69ാമത് ഭാഗമായ കവിതകൾ 19 എന്ന ഗോപകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പുലരളി രാവിൽ നമ്മുടെ പ്രതീക്ഷകളെ നമ്മുടെ ഹൃദയങ്ങളുടെ പ്രതീക്ഷകളെ അവഗണിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഈ ഷൂട്ടിങ്ങുകൾ, ഈ കാണുന്ന സ്ക്രീനുകളൊന്നും ഇഷ്ടപ്പെടാത്ത, ആർഭാടമായി മറ്റുള്ളവരെ മോഷ്ടിച്ചും മറ്റുള്ള രീതിയിലും ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടാത്ത രീതി. കാരണം നമ്മുടെ അവസ്ഥകളെ നമ്മൾ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കാനുള്ള ചിന്താഗതിയെ നശിപ്പിക്കുന്ന ഒരു രീതികളെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ. എന്താണ് നമ്മുടെ മീറ്റ വെരിഫൈഡായി. ആദ്യം തന്നെ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി ഓപ്പണാക്കി. ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കിയതിനു ശേഷം നമുക്ക് ലൈവ് ഓണായപ്പോൾ മീറ്റ എന്ന് പറയുന്നത് ഫേസ്ബുക്കിനെ ഘടിപ്പിച്ചു. ബിസിനസ് ടാക്സിന്റെ പേര് അതിനെ നമ്മൾ അഡ്രസ്സുകൾ മാറ്റിയുള്ള അക്കൗണ്ടുകളുടെ മറ്റു പല രീതിയിലുമാക്കി അതിനെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് നമ്മുടെ ഹൃദയങ്ങളുടെ യൂട്യൂബും ഫേസ്ബുക്ക് മാറ്റി മറ്റുള്ളവർ അതാക്കി മാറ്റിയിരിക്കുന്നു. അതിനുശേഷം നമ്മളെ സ്നേഹിച്ചവർ, നമുക്ക് വേണ്ടി ജീവിച്ചവരെ എല്ലാവരും നശിപ്പിച്ച് കൊന്ന് ഒരു പാർട്ടി രീതിയിൽ നശിപ്പിച്ചു കഴിഞ്ഞു. അത് വേറെ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മീഡിയ ഇവര് റിജക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു അക്കൗണ്ടുകളായി കഴിയുമ്പോൾ പിന്നെ സബ്സ്ക്രിപ്ഷൻ ആവണം. പിന്നെ നമ്മൾ അതിനെ മീറ്റ വെരിഫൈഡ് ആവുകയും ചെയ്തു. വെരിഫൈഡ് ആയതിനു ശേഷം പിന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമല്ലോ. കാരണം പിന്നെയുള്ള ബാങ്ക് അക്കൗണ്ട് ബാലൻസുകളും അങ്ങനെ കണക്ട് ചെയ്തേക്കുന്ന ഫേസ്ബുക്കിന്റെ ആക്ടിവിറ്റികളുടെ അതിനകത്തുള്ളത്. അത് പിന്നെ നമ്മൾക്ക് അറിയാം, നമ്മളുടെ അറിവില്ല അത് ചെയ്യരുത്. നമ്മളെ സഹായിക്കാനാണെന്നും പറഞ്ഞ് BJP എന്ന് പറയുന്ന ISSന്റെ ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് ഹൈന്ദവന്മാരെ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഹൈന്ദവന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കി. അതേപോലെ അതിനുപരി തന്നെ ഹൈന്ദവന്മാരുടെ മക്കളുടെ ഭാവികൾ, വസ്തുവകകൾ മറ്റുള്ള ജാതികൾക്ക് ആരാധനാലയങ്ങളും മറ്റുള്ളതും അവരുടെ അവകാശങ്ങളും ജാതകീയ വിഷമുള്ള സമുദായ നേതാക്കന്മാരുടെ മക്കളുടെ വലിയ വലിയ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പണങ്ങൾ കിട്ടും എന്നുള്ളതും മറ്റുള്ള രീതിയിലുള്ള വളർച്ച സാധാരണപ്പെട്ടവന്റെ മക്കളുടെ കരച്ചിലില്ല, കരയാൻ ഹൃദയം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ദ്രോഹിക്കാനുള്ള സാധാരണക്കാരന്റെ മക്കൾക്ക് അറിയാം. അതുകൊണ്ട് അവർ ജീവിച്ചു, എല്ലാവരും നിയമം ഉണ്ടാവും എന്നുള്ള ഒരു പ്രത്യാശ സാധാരണക്കാരന്റെ മക്കൾക്ക് ഉണ്ടായി. പക്ഷെ അവിടെ ഉണ്ടായില്ല. പക്ഷെ ഈ ഹൃദയം എന്നിലോട്ട് കടക്കുന്ന ഒരു പാർട്ടിന്റെ അല്ലെങ്കിൽ ദ്രോഹികളുടെ ഒരു മൂലമർദ്ദനമാണ് നമ്മുടെ ഹൃദയത്തിൽ. അത് DPD SDP പോലെയുള്ള തീവ്രവാദ പാർട്ടികളുടെ ഒക്കെ വരുമാനങ്ങൾ, വിദേശ രാജ്യങ്ങളുടെ സോഫ്റ്റ്വെയറും പാകിസ്ഥാൻ ലാപ്ടോപ്പുകളും സാംസങ് മൊബൈലുകളെ പോലെയുള്ള 600 കോടിയിലൂടെ ബിസിനസ്സുകൾ വളർത്തിയെടുത്ത് രാജ്യദ്രോഹം ചെയ്യാവുന്ന വാല ഇടപാടുകൾ പോലെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ പണങ്ങൾ ഒക്കെ ഇവരിൽ എത്തിച്ച് സാധാരണപ്പെട്ട ഹിന്ദുക്കളെ ഇല്ലാതാക്കി. ഇത് ISSന്റെ പ്രവൃത്തി ഫാസിസ്റ്റം കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രത്യാശയാണ്. ഇന്ന് എക്സ്പ്ലെയർ പോലെയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് പോലെയും നമ്മളുടെ വിമർശനങ്ങളെ ആക്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാം പാർട്ടിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിന്ദുക്കളെ നശിപ്പിക്കാം, ഹിന്ദുവിനെ ഇല്ലാതാക്കാം ഈ ഇന്ത്യയിൽ എന്നുള്ള ഒരു പ്രത്യാശയുടെ ഭാഗമാണ് ഇന്ന് നമ്മുടെ ഇൻഡിവേഡ് അക്കൗണ്ട് റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളിലൂടെ നമ്മുടെ പോർട്ട് ചെയ്യും. മറ്റൊരു ലാപ്ടോപ്പിൽ മറ്റുള്ള റൂമിൽ മറ്റുള്ള ലാപ്ടോപ്പുകൾ കൊണ്ട് പോർട്ട് ചെയ്തുകൊണ്ട് റൂം ഹാക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്ക്രീനുകളെ ഷൂട്ട് ചെയ്തുകൊണ്ട് സൂം ടെക്നോളജിയാണ്. അതിന് സർക്കാരുകളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പണങ്ങളാണ് വലുതും ഔദ്യോഗികളാണെന്നും മറ്റുള്ള മോഷ്ടിക്കുകയും മറ്റുള്ള രീതിയിൽ സമ്പാദിക്കുന്ന പൈസകളെല്ലാം ചെയ്തിട്ട് നമ്മളെ പോലെയുള്ള, അതേപോലെ ഫേസ്ബുക്കിന്റെ തന്നെ യൂട്യൂബിന്റെയും ഇപ്പോഴും നമ്മൾ വിമർശിക്കുന്നു. ഇതിങ്ങനാണെങ്കിൽ, രാജ്യദ്രോഹമാണെങ്കിൽ ഇങ്ങനെയുള്ള ചാനലുകളെ നിങ്ങൾ വെച്ചു പൊറിപ്പിക്കരുത് എന്നുള്ളതാണ്. അതിന് പകരം പുതിയൊരു ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന അവിടെ വിദ്യാഭ്യാസമില്ലായ്മയും ജനങ്ങൾക്ക് ആറ്റിറ്റ്യൂഡുകളെ വളർത്തിക്കൊണ്ടുവരും, സാധാരണപ്പെട്ടവന്റെ വളർച്ചകളെ, അതേപോലെ ചാരിറ്റികൾ. അതേപോലെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ടവന്റെ ഹൈന്ദവന്റെ ഹൃദയങ്ങളെ മുറിച്ചുകൊണ്ട് അവരെ മറ്റുള്ള ജാതികളാക്കി മാറ്റാം എന്നുള്ള കണക്കുകൂട്ടലാണ് ഏറ്റവും വലുത്. അതിന് സമുദായ നേതാക്കന്മാരും അവരുടെ ഹൃദയം കൂടിയ മക്കളും അവന്മാരാണ്, വിദ്യാഭ്യാസവുമാണ് അതിന്റെ നമ്മളെ പോലുള്ളവരുടെ സാധാരണപ്പെട്ടവന്റെ തകർച്ചയ്ക്കുള്ളതാണ്. വേറെ ഒന്ന്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് അടുത്ത തീവ്രവാദത്തിനെ കുറിച്ചാണ്. BJPയുടെ തീവ്രവാദമാണ് ഈ നമ്മുടെ ഫേസ്ബുക്കിന്റെ ആക്ടിവിറ്റികൾ മോഷ്ടിക്കാനുള്ള കാരണം.
കാരണം നമ്മുടെ ഫേസ്ബുക്കിന്റെ വരുമാനം ഫോളോവേഴ്സിനെ നമ്മളുണ്ടാക്കി നമ്മുടെ ഹൃദയം പോലെ നമ്മളുണ്ടാക്കി സ്നേഹിക്കുന്നവരെ, നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വളർച്ചയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ആക്ടിവിറ്റികളെയാണ്. ഇവർ സ്റ്റാർ കണക്ഷനും സബ്സ്ക്രൈബർ കൊണ്ടും കോടികൾ സമ്പാദിച്ചിട്ട് പാർട്ടിക്ക് മറ്റുള്ള ജാതികൾക്ക് കൊടുത്തുകൊണ്ട് തീവ്രവാദത്തെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹൈന്ദവന്മാരുടെ മക്കളുടെ ഭാവിയും അവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ ഉണ്ടായിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളെയാണ് മറ്റുള്ള രീതിയിൽ അവര് ആർട്ടുകൾ ഹൃദയങ്ങൾ കൊണ്ടും ഉണ്ടാക്കി അവരെ ഇല്ലാതാക്കുന്ന, അവരെ വേശ്യകളാക്കി മാറ്റി അവരെ എക്സ്പ്ലോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടത്തി വിടുന്ന ഒരു ലോബിയാണ് ഈ പാകിസ്ഥാൻ പോലെയുള്ള വ്യാജ സോഫ്റ്റ്വെയറുകളെ കേരളത്തിലും ഇന്ത്യയിലും അടുപ്പിച്ചുകൊണ്ട് ISS ബന്ധമായിട്ട് ബി ജെ പിയുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നരോഗ കുർത്തി ഓം എന്ന് പറയുന്ന വലിയ ആത്മാവിന്റെ പ്രതിബിംബമായ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ മിനിസ്റ്റർ വന്ന 2ാമത് വർഷവും നമുക്ക് ചെയ്തു തന്ന, നമ്മുടെ ഹൃദയത്തിന് ചെയ്തു തന്ന ഒരു ഉപകാരമാണ് ഇന്ന് നമ്മൾ ഈ അവസരത്തിൽ ഞാൻ ഈ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതും. അതേപോലെ ശ്രീരാമന്റെ അമ്പലം വന്നപ്പോൾ നമ്മൾ ശ്രീരാമൻ നമ്മുടെ ഹൃദയങ്ങൾ ശ്രീരാമനാക്കി മാറ്റി നമുക്ക് തന്ന ഉത്തേജനമാണ്, നമുക്ക് തന്ന വസ്തുവകകൾ വകകൾ നമ്മുടെ പേരുകളിൽ വെച്ചിട്ട് നമ്മളെ ദ്രോഹിക്കാം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് ഈ ശ്രീരാമ ജന്മഭൂമി. അവിടെ മുസ്ലിങ്ങൾ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഹൈന്ദവന്മാർക്കും രക്ഷയുണ്ടായതിനെ. അവിടെയും നമ്മൾ പൂജിക്കാൻ മന്ത്രങ്ങൾ വയ്ക്കാൻ, ദ്രോഹം വയ്ക്കാൻ, നമ്മുടെ അവയവങ്ങൾ ഇനിയും നശിപ്പിക്കണം എന്നുള്ള രീതിയായിരിക്കും. നമ്മുടെ അവയവമാകുന്ന ശക്തികളും ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലായിരിക്കണം മറ്റുള്ള തീവ്രവാദികളെ വിട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദ മോഷണങ്ങളും ഇതേപോലെയൊക്കെയുള്ള സോഫ്റ്റ്വെയർ കമ്പനികളെ വളർത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന വലിയ ഉപകാരമാണ് നമ്മുടെ ഉള്ളവന്റെ ഹൈന്ദവന്റെ ഹൃദയത്തിന് ചെയ്തു തരുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും പ്രത്യാശ. അതേപോലെ പാർട്ടിയിലേക്ക് മറ്റുള്ളവന്റെ പാർട്ടികൾ, വയറെയുള്ള പാർട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ജാതി മതങ്ങളെയും കൂട്ടിക്കൊണ്ട് BJPയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാമെന്നുള്ള മറ്റുള്ള ഒരു മോഹമാണ് ഇപ്പോൾ സബലീകരിക്കുന്ന ഒരു ബാലബലാത്സംഗങ്ങൾ പോലെ മറ്റുള്ള രീതിയിൽ പൂജ മന്ത്രങ്ങൾ അവരവരുടെ രീതിയിലുള്ള മറ്റുള്ള രാജ്യക്കാരുടെ കൂട്ടുള്ള പൂജകൾ നരേന്ദ്രമോദിക്കും മറ്റുള്ളവർക്കും കാഴ്ചവെച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് സുരേഷ് ഗോപി ഇന്ത്യയിലുള്ളവർക്കും തോന്നുന്ന പ്രത്യാശകൾ. കാരണം അവരെ പോലുള്ളവരാണ് ഇവിടെ ഏറ്റവും വലിയ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും പ്രത്യാശകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ബാങ്കുകൾ പണ്ടും BJP വരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിന്റെ ഇതേപോലെയുള്ള സാധാരണപ്പെട്ടവന്റെ ബാങ്കിന്റെ ഇൻവേൾഡ് അക്കൗണ്ടുകളും സ്റ്റാർ കളക്ഷനുകളും ഒക്കെ വിദ്യാഭ്യാസം ഇല്ലെന്നും പറഞ്ഞ് സുരേഷ് ഗോപി പ്രകാശിച്ച് അനുഭവിച്ചിട്ടുണ്ട്. വീണ്ടും അവരെ പോലുള്ളവർ വീണ്ടും നമ്മൾ കേസ് കൊടുക്കുന്നില്ല എങ്കിലും നമുക്ക് വികസിക്കാതിരിക്കാൻ വയ്യ. അടുത്ത തലമുറയും മറ്റുള്ളവരെ അവരുടെയൊക്കെ പാർട്ട്നേഴ്സ് ആക്കിക്കൊണ്ട് വീണ്ടും രാജ്യദ്രോഹങ്ങൾ ചെയ്യാൻ വേണ്ടി കൂട്ടുനീക്കുന്നത് ഇവരെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇവരെയൊക്കെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. കാരണം ഇവർ വളർന്നു വരുന്നത് പട്ടി രാഷ്ട്രീയത്തിലൂടെയാണ്. ഇവരെല്ലാം വെറും പട്ടിത്തിട്ടങ്ങൾ മാത്രമായി മാറുന്ന ഒരവസ്ഥയാണ്. കാരണം നമ്മളെപ്പോലുള്ള ചാണകങ്ങൾ എന്ന് പറയുന്നവർ നമ്മളെപ്പോലുള്ള ഹൈന്ദവനെ വെറും മൃഗങ്ങളാക്കി മാറ്റുകയാണ്. പക്ഷെ ഇവരാണ് മൃഗങ്ങൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് ഹൃദയങ്ങൾ പൊട്ടിയല്ല, ഒരു ഹൃദയവും ഇല്ലാതെ, ഒരു ഹൃദയ തേങ്ങൽ പോലും ഇല്ലാതാണ് ഇവരേക്ക് വിമർശിക്കുന്നത്. അത്രയും ബാഡാണ് ഇവരൊക്കെ. കാരണം ഇന്ത്യ എന്താണെന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്ന ക്രിസ്ത്യാനി എന്ന മതം എന്താണെന്നോ പാർട്ടി എന്താണെന്നോ വിവരം എന്താണോ ഇത് പണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നോ ഒന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഇത് പണം ഇവർക്ക് കൊടുത്ത് സാധാരണപ്പെട്ട ജോലിയും അല്ലെങ്കിൽ വളർന്നു വരുന്ന അവസ്ഥയും വളർച്ചയില്ലാതാക്കും. അല്ലെങ്കിൽ ആക്ടിവിറ്റിയൊക്കെ നമ്മുടെ 4 ലക്ഷത്തി ചില്ലറ ഫോളോവേഴ്സ് ഇത് തന്നെ ഫോളോവേഴ്സ് ഉണ്ടാവും. കാരണം ഇവരെയൊക്കെ വിമർശിക്കുന്നു. കാരണം അവരെയൊക്കെ ദ്രോഹിക്കും എന്നുള്ളതാണ് ഇവരെ പോലുള്ളവർ. എങ്കിലും ഇവരെ പോലെയൊക്കെ കൊണ്ട് ദ്രോഹം അനുഭവിച്ച ജനങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അവരുടെ വിഷമങ്ങൾ കൊണ്ട് അടിയിടി കൊണ്ട് അവർ തകർന്നില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കൂടുതലുണ്ടാവും. കാരണം മറ്റുള്ള സമുദായം പാർട്ടികളെയാണ് ഇവർ വളർത്തുക. അവർ നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഒരു പണം ഉണ്ടാക്കാൻ മതി. കാരണം അങ്ങനെയുള്ള വിമർശിക്കും മറ്റുള്ള പാർട്ടിക്ക് പണം ഉണ്ടാക്കും, നമ്മളിപ്പോൾ ദ്രോഹിക്കും എന്നുള്ളത് നമ്മളും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. കാരണം എനിക്ക് അതിൻ്റെ കണക്കുണ്ട്. കാരണം എനിക്ക് വളരാനാണ് ജനങ്ങൾ സപ്പോർട്ടുണ്ട്, പിന്തുണയുണ്ട്, എനിക്ക് വളരാം. കാരണം ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും മാത്രം ഇങ്ങനെ. കാരണം ഹൈന്ദവനൊക്കെയുള്ള ഗതി, ഹിന്ദുക്കളുടെ ഒരു ഗതി ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ഇന്ത്യയിൽ കേരളത്തിൽ ഹിന്ദു എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പേരിട്ട ഒരു രാജ്യത്ത്. കാരണം ഇവരെ പോലെയുള്ള തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുകയും പണങ്ങൾ സമ്പാദിക്കാൻ നോക്കുന്ന രാജ്യദ്രോഹികളെയാണ് നമ്മൾ ഒരിക്കൽ കൂടി നമ്മളറിയാതെ നമ്മൾ ഭരണത്തിൽ തലപ്പത്ത് MP യും മിനിസ്റ്ററും ഒക്കെ ആക്കി മാറ്റി നമ്മളെ വസ്തുവകകളും ബുദ്ധിയില്ലായ്മയിലൂടെ നമ്മളെ ദ്രോഹിക്കാൻ ചെയ്യുന്നത്.
അത് തലമണ്ടയിൽ എല്ലാം പോയി കഴിഞ്ഞിട്ട് ഹൃദയത്തിനകത്ത് മറ്റുള്ള ലാപ്ടോപ്പ് മെഷീൻ ഘടിപ്പിച്ച് എന്തോന്ന് പറയുന്നുള്ള അവസ്ഥയാണ് നമ്മളറിയാം. നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞ്, നമ്മുടെ ചേട്ടന്മാരാണെന്ന് പറഞ്ഞ്, നമ്മുടെ അച്ഛനമ്മമാരാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു രൂപം നമുക്ക് തന്നെ എന്തോന്ന് അവിടെ ബാക്കിയുള്ള കാമസുഖത്തിന് വേണ്ടിയിട്ടും തിരുവാലയങ്ങൾക്ക് നമ്മുടെ ഹൈന്ദവന്റെ ആദയങ്ങളും ആരാധനകളും ഭക്തിയും മന്ത്രവും ഒക്കെ മാറ്റിക്കൊണ്ട് മറ്റുള്ള ജാതിയുടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ഈ മുക്കോടി ദൈവങ്ങളും മുക്കോടി ജാതികളും മതങ്ങളും ഭരണാധികാരികളും പാർട്ടികളും ഉള്ള ഈ രാജ്യത്ത് എന്നെ പോലെയൊക്കെയുള്ള സാധാരണഗതി നമ്മുടെ തന്നെ അവസ്ഥ പറഞ്ഞിട്ട് വന്നത് നമ്മുടെയൊക്കെ ചാരിറ്റിക്കും ഗവൺമെന്റിന് കൊടുത്തിട്ട് എന്നിട്ട് ആ പൈസ വെച്ചിട്ട് ഇന്ന് ജീവിക്കാമെന്ന് കാണുന്ന ഇതിനെ പോലെയൊക്കെ ഉള്ളതിന്റെ കാര്യം ഞാൻ എന്ത് പറയാൻ, നമ്മുടെ ഹൃദയങ്ങൾ എന്ത് പറയാൻ, എൻ്റെ ഹൃദയത്തോട് ഞാൻ പറഞ്ഞു നോക്കുന്നത് ഇവനെ പോലൊക്കെയുള്ള പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന് നമ്മളിപ്പോൾ സാധാരണപ്പെട്ടു എന്ത് ചെയ്യാൻ പറ്റും? അതിന് നല്ലത് നമ്മളൊക്കെ മരിച്ചു പോകുമെന്ന് പറഞ്ഞാലും അതിനും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ബ്രെയിനും ഒക്കെ നമുക്ക് അതിനൊരു ശാന്തതയുണ്ട്. കാരണം എന്നെയൊക്കെ 40 വയസ്സായിരുന്നു ഞാനൊക്കെ ഇതിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത്ര വിഷമം കൊണ്ട് പറയുമായിരുന്നു. മറ്റുള്ള മനുഷ്യന്റെ വിഷമങ്ങൾ നമ്മുടെ ഹൃദയത്തിലോട്ട് കയറ്റിയിട്ട് മാത്സ് എന്ന് പറയുന്നത് 20 എന്താ പറയുക വക്കീലുമാരും ജഡ്ജിമാരെയൊക്കെ കൂട്ടിക്കൊടുത്ത് അതിൻ്റെ പെണ്ണുമാരെയും കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന പോലീസുകാരെയൊക്കെ സ്വപ്നം ചെയ്യുന്ന ഭരണാധികാരിട്ട് ഇതേപോലെ IS തീവ്രവാദം എന്നെപ്പോലെ ചെറ്റകളെ എന്താ പറയും, ഓരോ ചെറ്റകളെയും പറയാം. ബാക്കിയുള്ള ഒരാളെന്ന് പറയുമല്ലോ, തീർത്ഥം പറയുമോ? ഇപ്പൊ എന്നെ കൊണ്ട് പറയുന്ന ഈ ചെറ്റയും ഒരു ചെറ്റയാണ്. കാരണം ഇത് എന്നെ ദ്രോഹിച്ച് മുതലെടുക്കാനാണ്. അവന് പിന്നെ പാർട്ടി വളർത്താനും അവന്റെ കാമലീലകൾ ഇവിടെ കൊണ്ടാടാനാണ്. അത് എനിക്കറിയാം. അത് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ പോലെ ഭരണാധികാരി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്തോ ഒരു വിമർശനമായിട്ട് പറയാം, അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നോ വിളിക്കാൻ പറ്റും. കാരണം ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനത്തിന് വെച്ചിട്ട് നമ്മുടെ ഹൃദയങ്ങളോട്ട് നമ്മുടെ നമ്മുടെ വരുമാനം കൊണ്ടെത്തിച്ചിട്ട് ഇവിടെ ചർച്ചുകളോ ചാരിറ്റികളോ ഉണ്ടാക്കി പാർട്ടിക്കാർക്ക് കൊടുത്തുകൊണ്ട് പട്ടികടത്തിട്ടു എന്തോ അവയം കൊണ്ട് ദ്രോഹിച്ച് ഹോസ്പിറ്റലുകളും ബിസിനസ് സ്ഥാപനങ്ങളും കൊടുക്കുന്നത് അരച്ചിട്ട് ജനങ്ങളുടെ വില നമ്മൾ പറയാം. ജനങ്ങൾക്ക് ഉണ്ടാവും, ജനങ്ങളുടെ മനസ്സിന് അവരുടെ വളർച്ചയ്ക്ക് അവരുടെ എന്താ വേണ്ടത് അങ്ങനെ ചെയ്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പഠിത്തം, വിദ്യാഭ്യാസം, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതിനൊക്കെ സോഫ്റ്റ്വെയർ ഡാറ്റയും വേണം. അതും ഇല്ലാത്ത വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കുറെ തരമുണ്ടയില്ലാതെ മറ്റുള്ളവരുടെ ആഹാരം വേറെ തിന്നിട്ടാണ് ബുദ്ധിയില്ലായ്മയിലൂടെ പണം കിട്ടുമെന്നും പറഞ്ഞ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവരണം. നമ്മളെ ദ്രോഹിക്കുകയാണ്. നമുക്ക് രാജ്യത്തെ ദ്രോഹിക്കുന്നതിനൊക്കെ ഒരു തീവ്രവാദികളായി മാറിക്കൊണ്ടിരിക്കും. ആ വിദ്യാഭ്യാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അറിവുകൾ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് പറഞ്ഞത് അത്രയും പഠിപ്പ് വിദ്യാഭ്യാസം ആ തലത്തിൽ എത്തിച്ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അല്ലെ ഗോമേഷും ഹൈന്ദവനും അല്ലെങ്കിൽ ഇന്ത്യയും ഹിന്ദുവും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരവസ്ഥ വന്നത്. കാരണം സസ്പെൻഡ് ചെയ്ത ഹാക്ക് പോട്ട് ചെയ്തിട്ട് നമ്മൾ നിയമം കൊണ്ടുവന്ന ഇവനെ പോലൊക്കെയുള്ളവരാണ് ഭരണാധികാരികളെന്നും എങ്ങനെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കും. അവരുടെ സസ്പെൻഷൻ അവർ ചെയ്യുന്ന എന്തെങ്കിലും രീതി ചെയ്തു കഴിഞ്ഞാൽ അവർ ഇതിനെ കുറിച്ച് അറിയാതിരിക്കാൻ അവരുടെയൊക്കെ പണങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെയൊക്കെ പെണ്ണും പിള്ളമാരും മക്കളുമാണ് തിന്നുകാറ്. അതിനുവേണ്ടി അമ്പലം ഉണ്ടാക്കാൻ ഹൃദയവും ലാപ്ടോപ്പും കൊടുത്തിട്ട് നമ്മളെപ്പോഴും ദ്രോഹിച്ച് നമ്മുടെ ഹൃദയവും എന്തോന്നും ബ്രെയിനും ഒക്കെ എന്തിനാണ് ഇവർ ഹാക്ക് ചെയ്യുന്നത്? അതേപോലെ നമുക്ക് വേണ്ടി സീതാറാം യെച്ചൂരിയൊക്കെ നമ്മളെ എങ്ങനെ സ്നേഹിച്ച് നമ്മുടെ ഹൃദയത്തിനെ സ്നേഹിച്ച് പ്രകാശ് കാരാട്ടൊക്കെ വന്നിരുന്നതാണ്. അവരുടെയൊക്കെ വിജയമല്യൊക്കെ നമ്മളെ സ്നേഹിച്ച് ദൈവങ്ങളായിട്ട് കണ്ട് എന്തുകൊണ്ട് നമ്മുടെ വസ്തുക്കളെ മറ്റുള്ള ജാതി മതത്തിന് വേണ്ടി ഇവരുടെയൊക്കെ കവലയ്ക്ക് വേണ്ടി സുഖത്തിന് വേണ്ടിയിട്ടും അതുപോലെ ജാതി വേണ്ടി ഇവർക്ക് എന്തായാലും എന്ത് എന്റെയൊക്കെ മക്കളും എന്റെ പെണ്ണും പിള്ളേക്കും ഞങ്ങളൊക്കെ എന്തുവാ എന്ന് പറയുന്നത്. അവർക്കൊന്നും കിട്ടിയില്ല. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് തരുന്ന ഇവരുടെയൊന്നും എന്തുമല്ല. സാധാരണപ്പെട്ട ജനങ്ങളെ നമ്മളെ സ്നേഹിച്ചും വളർന്നു വരും. നമ്മൾ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മുടെ രൂപവും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹൃദയവും അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലങ്ങളും പോലെ നമ്മുടെ തള്ളവന്നവരെ വളർച്ചയോ അങ്ങനെ മക്കളാക്കിയും വളർന്ന തലമുറയ്ക്കാക്കി വെക്കുന്ന സമ്പത്തും കാര്യങ്ങളും എനിക്ക് നമ്മളെ ഭ്രാന്തന്മാരായിട്ട് തീവ്രവാദം ഉണ്ടാക്കാൻ കൊടുത്തിട്ട് നമ്മുടെയൊക്കെ ഫണ്ടുകളെയാണ് ഇവര് ഇരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് വെറും ചെറ്റയാണ്. അവൻ ഈ പറയുന്ന സുരേഷ് ഗോപി എം പി എന്ന് പറയുന്നവനെ പോലെയും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് കേട്ടോണം നടന്ന് ഗുജറാത്തിന്റെ സിസ്റ്റങ്ങളാക്കാൻ വേണ്ടിയിട്ട് നടന്ന് നമ്മളെ ദ്രോഹിക്കുകയാണ്. കാരണം ഇവരൊക്കെ രാജ്യദ്രോഹം ISSകാരനാണ്. ഇവൻ പണം ഉണ്ടാക്കി ഫണ്ടുണ്ടാക്കിയിട്ട് രാജ്യദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫണ്ടാണ്. അത് നമുക്ക് ഗുണമൊന്നുമില്ല. നമുക്ക് ഗുണമുണ്ടാക്കുന്ന സാധാരണ നമുക്ക് ഉണ്ടാവേണ്ട ഗുണം അതുണ്ടാവും. അവിടെ റേഷനറി അവൻ മോട്ടിച്ചിട്ട് നമ്മൾ തിന്നേണ്ട റേഷനറി അന്ത്യോജന കൊണ്ട് ആകെ കിട്ടുന്ന 34 കിലോ അരി 7 പേര് 8 പേരുള്ള കുടുംബം കിട്ടുക. പെൻഷൻ ഒരേപോലെ പെൻഷൻ
എല്ലാവരും എന്നിട്ട് സർക്കാർ ജീവനക്കാരുടെയൊക്കെ ബ്രെയിനും ഇല്ലാതാക്കി, പട്ടിത്തീറ്റവും തലമണ്ട ഇല്ലാതാക്കി ലാപ്ടോപ്പ് കൂടി പാകിസ്ഥാന്റെ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ട് ഇനി എന്നിട്ട് ഇന്ത്യ ദ്രോഹിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും കൂടെ പോകാൻ വേണ്ടി ഇന്ത്യ ഇവിടെ നമുക്ക് പോകണമില്ല ഇന്ത്യൻ മണി അടിക്കാൻ. ഞാൻ ആലോചിക്കുന്നത് ഇന്ത്യൻ മണി ഇവിടെ അടിക്കാതെ നമുക്ക് പാകിസ്ഥാനിൽ മണി പണം കൊണ്ട് പാകിസ്ഥാൻ അടിക്കാൻ ഇവിടെ വിഷയം ഇവിടെ ഇന്ത്യ കൊല്ലാൻ ഇന്ത്യക്ക് ഇന്ത്യ ദ്രോഹിക്കാൻ നമ്മുടെ കണക്കൂട്ടല്ലേ ഇവരൊക്കെ ചിന്താഗതി പറയുന്നത്. ഇത് വിഷമം എങ്ങനെ പറയാൻ പറ്റും? സന്തോഷമൊന്നും വിഷമമൊന്നും പറയാൻ ഒരു മനുഷ്യന്റെ ഒരു ആഗ്രഹങ്ങളാണ്. കാരണം ഈ തീവ്രവാദം ഇങ്ങനെയൊക്കെയുള്ള ഈ തുറന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ സ്നേഹിക്കും, നിങ്ങളെയൊക്കെ വിഷയം, ഞങ്ങൾക്ക് ഹൃദയമുണ്ട്, ഞങ്ങളുടെയൊക്കെ ദൈവങ്ങളും അമ്പലങ്ങളും ഉണ്ടാക്കിയിട്ട് മുലവരെ ഉണ്ടാക്കിയിട്ട് ഐശ്വര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കിട്ടും. അത് സെക്സ് പടമൊക്കെ ഇപ്പൊ നിർത്തി വെച്ചിട്ട് ഒരുപാട് പണ്ട് ഹൈന്ദവന്റെ ആചാരങ്ങളും പറഞ്ഞ് മുസ്ലിങ്ങളെ മറ്റുള്ള ഡാറ്റയും എന്താ പറയാ സരസ്വതിയും ഹൃദയങ്ങളും ഉണ്ടാക്കിയത് അവരുടെയൊക്കെ ഗതി ഇന്ന് അധോഗതിയായത് അവരുടെയൊക്കെ വളർച്ചയും. എന്നിട്ട് വീണ്ടും ഒരു ശിവപാദം പോകുന്നു എന്ന് പറയുന്ന ഒരു മറ്റൊരു രീതിയിലുള്ള മൊബൈൽ സെക്സ് വർക്കുകളാണ് ഇപ്പോൾ അവർ ആവിഷ്കരിക്കുന്നത്, വീണ്ടും നടത്തുന്നുണ്ട്. എന്നിട്ട് ക്യാമ്പയിനും ലാപ്ടോപ്പുകളും ഒക്കെ കണക്ട് ചെയ്ത് ബാക്കിയുള്ളവർ അറിയാതെ പണം അടിച്ചെടുത്തുകൊണ്ട് ഇവരുടെ രീതിയിലുള്ള മറ്റുള്ള വിദേശ രാജ്യങ്ങളോട്ട് ഇമ്പോർട്ട് ചെയ്യുള്ളൂ. കേരളത്തിൽ അത് നമ്മളെയൊക്കെ ഭക്തിമാരായിരിക്കുന്നു. കഞ്ചാവും ബ്രൗൺഷൂറും ആശിഷും ഒക്കെയാണ് അതിന്റെ രീതി. കാരണം എന്നെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ഹൈന്ദവന്മാർക്ക് ഹിന്ദുക്കളെ ഗതിയാണ്. കാരണം ഇതൊന്നും അറിയാതെ ഇവരെ ഹൃദയം കൊണ്ട് നാളെ വരാൻ പോകുന്ന എന്നെക്കാട്ടി വലിയ അവസ്ഥയാണെന്നുള്ളത്. അന്നേരം ഫേസ്ബുക്കിന്റെ ഒക്കെ ടാക്സിന്റെ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ ലൈസൻസിന്റെ വരെ മൊബൈലുകൾ കമ്പനികളെ പോലും നോക്കാതെ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്തിട്ട് ആൾക്കാർ വിമർശിക്കുന്നതും കണ്ടുകൊണ്ടിരുന്നിട്ട് ചെയ്യുന്ന ചെറ്റത്തരത്തെ കുറിച്ച് ബാലലീലകൾ അവരൊക്കെ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവനെ പോലുള്ളവരൊക്കെ അങ്ങനെ പാർട്ടിയെ കൊണ്ടുവന്ന് വളർത്തി നമ്മുടെ രാജ്യത്ത് നമ്മളെ പോലുള്ളവർ എന്തുകൊണ്ടാവും? അല്ലെ അങ്ങനെ പറ്റിയെങ്കിൽ നമ്മളോട് അത് പറഞ്ഞിട്ട് നമ്മളെ ദ്രോഹം അനുഭവിക്കാതെ മറ്റുള്ള ജാതികളിൽ നിന്ന് നമ്മളെ വോട്ട് ചെയ്യണ്ടേ? അത് ചെയ്യാതെ അന്തസ്സുണ്ടെന്ന് പറയുന്ന എന്ത് മര്യാദ? പല ജാതി, പല മന്ത്രം, പല പൂജ, പല വിഗ്രഹങ്ങൾ, പല രീതിയിലുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന പൂജ, ഇതൊക്കെ അറിയാവുന്ന മനുഷ്യന്മാർ ഇതിനൊക്കെ പോയി ചാടിയിട്ട് ഞങ്ങളെ പോലുള്ള ഹൃദയങ്ങളുമില്ല എന്തൊന്നും ഉണ്ടാക്കി വളർന്നു പോകുന്ന ജനങ്ങളെ ദ്രോഹിക്കേണ്ട ആവശ്യം. ഞങ്ങളുടെ വരുമാനങ്ങളും അടിച്ചെടുക്കി ഞങ്ങളുടെ പാസ്പോർട്ടുകളും പ്രമാണങ്ങളും ഒക്കെ മുട്ടിച്ചുകൊണ്ട് പോയിട്ട് വിൽക്കേണ്ട ആവശ്യം വീട്ടിൽ വരികയും എന്നിട്ട് ഇതിനായിട്ട് കേസ് കൊടുക്കാതിരിക്കാൻ പറഞ്ഞാൽ എന്തോ മറ്റുള്ള പോലീസുകാരെ അവരുടെ വശങ്ങളാക്കുന്ന പോലെ രീതിയിൽ. എന്നിട്ട് വിദ്യാഭ്യാസമില്ലാതെ വിദ്യയുടെ പ്രാന്തരം ഹൃദയങ്ങൾ ഉണ്ടാക്കുന്നത് ദ്രോഹിക്കാൻ മനുഷ്യനെ കൊല്ലാനും. മുതൽ രാവിലെ എണീറ്റ് ജോലിക്ക് പോയി ജീവിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ് ഫ്ലാറ്റ് റൂമുകൾ കിട്ടിയപ്പോൾ അതിൻ്റെ കേസുകൾ അതിന് കേസെടുക്കരുതെന്ന് മറ്റുള്ള രീതിയിലുള്ള ഫണ്ടുകൾ ഉണ്ടാവുന്നതിന് നമ്മളാ ഫണ്ടുകൾ ഉണ്ടാക്കുന്നതിന് എനിക്കൊക്കെ ജീവിക്കാനല്ലേ? ഞാൻ എന്തായാലും നാളെയും ജീവിക്കൂ. എന്നെയൊക്കെ ദ്രോഹിച്ച് അമോണിയം നൈട്രേറ്റും മറ്റേത് കൊണ്ട് ഹൃദയങ്ങളും ഡാറ്റകളും മറ്റുള്ള രാജ്യക്കാരുടെ ഇതൊന്നും കൊണ്ടുകൂടെ നമുക്കൊക്കെ പ്രായത്തുമ്പോൾ നമ്മൾ തന്നെ ചാവുന്നവരാണ് ആഹാരങ്ങൾ കഴിച്ച് തന്നെ ഒരു രീതിയിൽ പറയുന്നത് നമ്മുടെ വിഷമങ്ങളാണ്. കാരണം നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വളരേണ്ട രീതിയിൽ ബാക്കിയുള്ളവർ പൈസ കൊണ്ട് കൊടുത്തിട്ട് നമ്മളെ ഭ്രാന്തമായി നമ്മുടെ ഹൃദയം നമ്മുടെ ഡാറ്റകളും നമ്മുടെ സോഫ്റ്റ്വെയറും കളഞ്ഞും മറ്റുള്ള വ്യാജ സോഫ്റ്റ്വെയറുകൾ കളിപ്പിച്ച് പരീക്ഷണം നടത്തിയ ഒരു എന്തോന്നിന്റെ ഒരു അവസ്ഥയെ പറയുന്നത്. വിമർശിക്കാൻ പറയുന്നില്ല, വിമർശിക്കാതെ പറ്റത്തില്ല. കാരണം ഇനി ഇവനെ പോലുള്ളവനൊന്നും ഭരിക്കരുത് ഒരു രാജ്യത്തും ഒരു നാട്ടിലും. കാരണം ഇവനൊക്കെ ജനങ്ങൾ ദ്രോഹിക്കുന്നവനാണ്. ഇതൊരു പാറ്റേൺ പോലെന്ന് പറയുന്നത് ഇനി മെഷീനുകൾ മോട്ടിച്ചോണ്ട് ലാപ്ടോപ്പുകൾ കണക്ട് ചെയ്തിട്ട് അവനൊക്കെ ജീവിക്കാൻ പണം ഉണ്ടാക്കാൻ തീവ്രവാദികൾക്ക് അതിനെ പറ്റുമോ? തീവ്രവാദികളെ വെച്ച് നമ്മുടെ അമ്മമാരെയൊക്കെ ഞങ്ങളൊക്കെ നക്ഷത്ര കന്നുകാലിയുടെ മക്കളാണ്, അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ മക്കളുടെ മൂലത്തിലടിക്കാതെ നിൽക്കുന്നതിനൊക്കെ ഇതിനൊക്കെ ആരവനൊക്കെ വിഷം മുസ്ലിങ്ങളെ തിട്ടോ നിന്നിട്ട് വിഷം ഉണ്ടാക്കിയിട്ട് നടക്കേണ്ട അവസ്ഥയാണ് വരുക. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ഹൈന്ദവനെ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ കഴിക്കേണ്ടത്. ഇവനെപ്പോലുള്ള ഹിന്ദുക്കളാണ് കുഴപ്പം. ഇതിനൊക്കെ പാർട്ടിയിൽ വളർത്തുന്നു നമ്മൾ BJP ആയിട്ടും മറ്റു ഒരുപാട്. പിന്നെ എങ്ങനെ ഹിന്ദുക്കൾ നന്നാവും? ഹിന്ദുക്കൾ രക്ഷപ്പെടും. അവൻ്റെ അടുത്ത് പൈസ ഉണ്ട്, പദവിയുണ്ട്. ഇതൊക്കെ പദവി ഇല്ലാതെ ഇവൻ്റെയൊക്കെ തലക്കിട്ടടിച്ചിട്ട് ഇവരന്മാരൊക്കെ അടിച്ച് പുറം പൊറിച്ചിട്ട് മേടിക്കും. കാരണം ഇവനെയൊക്കെ ആ രീതിയിലാണ് ഇവനെയൊക്കെ എതിർക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് ഇവനൊക്കെ അങ്ങനെ ഓരോ മനുഷ്യൻ്റേത്. ആ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ദിവസവും ഞാൻ ലാപ്ടോപ്പ് ഇവനെ പോലെ സുരേഷ് ഗോപിയെ പോലുള്ളവൻ്റെ ആറാട്ടം. ആ സാജൻ ഓരോരുത്തരെ ന്യൂസ് എന്താണെങ്കിൽ അവന് 60 കോടി 10 കോടി മോട്ടിച്ചിട്ട് അവൻ്റെ അടുത്ത് വേണം പറഞ്ഞിട്ട് പല രീതി അങ്ങനെ കിട്ടും. ഞാനൊക്കെ ചാഞ്ചാട്ടത്തിന് പോലും സ്ത്രീകളുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല പൂജയ്ക്ക്.
കാരണം അത് മാത്രമേ ഉള്ളൂ ലാസ്റ്റ് വരുന്ന രോഗം. അവിടെ മനുഷ്യന് അടിയേറ്റി കഴിഞ്ഞാൽ ഹൃദയത്തിനും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാറിപ്പോകും. അതിനെയും വേണമെന്നുണ്ട് ഇവരൊക്കെ പെർഫ്യൂമുകളൊക്കെ മുഖത്തടിച്ചിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ കയറ്റിക്കണ്ട് ഫോട്ടോ പിടിച്ചിട്ട് ഇതാണ് അവൻ്റെ ജോലി എന്ന് പറയും. ആ സൈസ് മോഷ്ടാക്കളായിട്ടുള്ളൂ. ആ സൈസ് ഏറ്റവും രോഗികളാണ്. എന്നിട്ട് കൈവിരലടയാളങ്ങളും വേണേ ഒപ്പിട്ടിട്ട് വന്ന് മാറ്റുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്തായാലും നമുക്ക് എൻ്റെ പ്രോഗ്രാമുകൾ പിന്നെ വീണ്ടും പോകുന്ന എൻ്റെ ഹൃദയം അതാണ്. നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരാളെയും പേരെടുത്ത് വിമർശിക്കണമെന്നില്ല. ഭരണാധികാരികളെന്നേ പറഞ്ഞു. കാരണം പേരെടുത്ത് ഇനി വരും തലമുറകളിൽ വരും കാലങ്ങളിൽ വിമർശിക്കേണ്ടി വരും. കാരണം അത്ര എന്താണ്, അത്ര നമ്മളെ ദ്രോഹിക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങളെ ദ്രോഹിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങളെ, നമ്മുടെ ജാതിയെ, അത് നമ്മുടെ ഭാഷയെ, അത് നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് തരുന്ന അവർ കഷ്ടപ്പെടുന്ന അവർ മരിച്ചു. ഇതേപോലെ എന്നെപ്പോലെ ഇപ്പം ഞാൻ ചോദിച്ചു എനിക്കെന്തെങ്കിലും കൊണ്ട് എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ ഇതേപോലെ തത്വം നോക്കുന്ന ഇതേപോലെ കവർന്നെടുത്തിട്ട് ഈ രീതിയിലാക്കിയിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ നാളെ എൻ്റെ തലമുറയിൽ പോലെ എന്നെ സ്നേഹിക്കുന്നത് പോലെയുള്ള ജനങ്ങളുടെ അവസ്ഥയായി മാറും. പറയുകയാണ് അങ്ങനെ വരാതിരിക്കട്ടെ എന്നുള്ള ഒരു ഇനിയും വരും കാര്യങ്ങളുണ്ടെങ്കിലും. അതേപോലെ എൻ്റെ പുതിയൊരു കവിത ഇന്നലെ ഏകാന്തം എന്നും പറഞ്ഞിട്ട് ഞാൻ എഴുതി തയ്യാറാക്കിയതാണ്. അതിപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ആലപിക്കുകയാണ്. ഏകാന്തശാലീനത നിൻ മനസ്സിൽ ഒഴുകി വരും തെളിയും നിന്നി മനസ്സിൽ തൂകിയ വെൺമേഘചന്ദ്രൻ തെളിയും നിന്നി പ്രകൃതി പൂരാവിൽ അണിനിഴലാലൊരു പനിനീർക്കുളിനും അണിഞ്ഞിടുന്നൊരു തെളിനീരാവിൽ മുളയിടുന്നൊരു മുളനാമ്പിൽ ഇതളിടുന്നൊരു മുട്ടുകൾ പോലെ അണിഞ്ഞിടുന്നൊരു ഇതളാലേ വന്നു വിടർന്നൊരു ആത്മരാഗം തൂകി നിൽപ്പൂ നീർമിഴിപോ വിരിയും രാവിൻ വിരിയും രാവിൻ. സ്വപ്നം വിരിയും ചൊടിയിൽ നീട്ടും തമ്പുരു അലിഞ്ഞു ചേരാ അണിഞ്ഞു നിന്നോരാ മോതിര വിരലാൽ അലിഞ്ഞു ചേരും ഹൃദയം പൂശി നിന്നു വാസന്തം നിറയും മിഴിനീ കുമ്പിളിലാലൊരു നടനം തീർത്തു ഈ സദസ്സിൽ.